ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലം പിക്സ്. അപ്പം നമുക്ക് ഈ ഒരു അടിപൊളി ഹെയർ ബോ ഉണ്ടാക്കിയാലോ? കമോൺ. ഇതിനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കോമ്പസ്, സ്കെയിൽ, പിന്നെന്താ 2 തുണി, സിസേഴ്സ്. അതൊക്കെ 2 തുണി ഇല്ലാത്തവർ 1 തുണി എടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ സൈസ് ഒരു ക്ലോത്തായിട്ട് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തതേ ഉള്ളൂ. ഒരു സ്ക്വയർ ഷേപ്പ്, അത് 14 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഒരു സർക്കിൾ, അതും 14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് 7 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. കോമ്പസ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നമ്മളുടെ അടപ്പൊക്കെ ഇല്ലേ, അടപ്പോ അങ്ങനെ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള സാധനം വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പോൾ സർക്കിളും ഈ സ്ക്വയറായിട്ട് എടുത്തേക്കുന്നതും സെയിം മെഷർമെൻറ്റ് എടുത്താൽ മതി. ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഞാൻ ഇപ്പോൾ 14 സെൻറ്റിമീറ്ററാണ് എടുത്തേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഈ ഗ്യാപ്പുള്ള ഭാഗം എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഭാഗം അകത്ത് വെച്ച് രീതിയിലാണ് ഞാനിപ്പോൾ ക്ലോത്ത് മടക്കിയേക്കുന്നത്. കണ്ടോ, അങ്ങനെയാണ് മടക്കാനുള്ളത്. എന്നിട്ട് നടുക്ക് ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം കണ്ടുപിടിച്ചിട്ട് ഉണ്ടോ ഗ്യാപ്പ് ഇടേണ്ട ഭാഗം ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല നമുക്ക് നടുക്ക് ഭാഗം അറിയാമെങ്കിൽ. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള സ്ക്രഞ്ചീസ്, ഹെയർ ബാൻഡ്സ്, ഹെയർ ബോസ്, ഹെയർ ക്ലിപ്സ് എല്ലാം പല പല ഡിസൈൻസിനുള്ളത് ഓരോ ദിവസം വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഭയങ്കര ഒരു പാഷനാണ്. അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഹോള് വഴി നമ്മൾ ക്ലോത്തിൻ്റെ നല്ല ഭാഗം പുറത്തോട്ട് എടുത്തിട്ട് ഇപ്പം ആ മടങ്ങിയിരിക്കുന്ന എഡ്ജസ് എല്ലാം ഒന്ന് നിവർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആ ഹോളിൻ്റെ അകത്ത് കയറ്റിയിട്ട് കണ്ടോ. ഇനി നമുക്ക് ആ ഗ്യാപ്പ് വന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് സർക്കിളിലോട്ട് പോകാം. ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമ്മളുടെ സർക്കിളിലും ചെയ്യുക. കണ്ടോ, സർക്കിളും സ്റ്റിച്ച് ചെയ്ത് നമ്മളെടുത്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് നമ്മളിതൊക്കെ എടുത്തൊന്ന് ഉടഞ്ഞിരിക്കുമല്ലേ ക്ലോത്ത്, അപ്പം നല്ലതായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ സാധാരണ ഹെയർ ബോസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ രണ്ടും കൂടി നടുക്കോട്ട് വെച്ചിട്ട് അങ്ങ് കെട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകാനായിട്ട് മിഡിൽ ഭാഗം കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ടൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഭയങ്കര ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ സെയിം ക്ലോത്ത് തന്നെ മതി കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ ക്ലോത്തായിട്ട് എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ 2 ചെറിയ ക്ലോത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എടുത്തതേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ നമുക്ക് പൈസ അധികം ചിലവാക്കാതെ തന്നെ നമുക്കിങ്ങനത്തെ ഹെയർ ബോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ നടുക്ക് വെക്കാനായിട്ടാണ് ഞാനിപ്പം ഇത് എടുത്തേക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ലെങ്തും 5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ആണ്. 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഇച്ചിരി അധികമാണ് എന്നാണ് എൻ്റെ ഒരു സംശയം. അധികമായാലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയാം. ഇപ്പം ഇത് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം. ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഞാനിപ്പോൾ ഗം വെച്ച് ഒട്ടിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പം നടുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നടുക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഏത് ക്ലിപ്പ് വേണോ യൂസ് ചെയ്യാം, അലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയിൻ ബണ്ണോ അതെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ കണ്ടില്ലായിരുന്നു സെൻറ്റർ ക്ലിപ്പിൻ്റെ ആ അകത്ത് വരുന്ന ആ ഒരു ചെറിയ ഭാഗം ഞാൻ ഊരി മാറ്റി വെച്ചായിരുന്നു. കാരണം ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. എന്നിട്ട് ഒട്ടിച്ച ശേഷം ഉണങ്ങിയിട്ട് നമുക്ക് തിരിച്ചെടുത്ത് അത് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഊരിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഹെയർ ബോ. ഈ ഭയങ്കര ഈസി അല്ലേ, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഈ ഹെയർ ബോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു ആഗ്രഹവും ഒരു മോട്ടിവേഷനും ഒക്കെ വരുന്നത്. പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല രസമില്ലേ കാണാനായിട്ട്? സോ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.